അടുത്ത നമുക്ക് നോക്കാനുള്ള ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറിയാണ്. ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലുള്ള യുദ്ധങ്ങളാണ്. 3 യുദ്ധങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതിലത്തെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷനാണ്. യൂറോപ്പിൽ ഓസ്ട്രിയയിൽ ആര് രാജാവോ എന്ന ഒരു തർക്കത്തിൽ ഇവർ രണ്ടുപേരും 2 ഭാഗങ്ങളായി പിരിഞ്ഞ് അടിയുണ്ടായതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ 3 വാർസാണ് ആംഗ്ലോ ഫ്രഞ്ച് വാർസ്. അതിനെയാണ് കർണാട്ടിക് വാർസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊതുവെ അവിടെ നിന്നാണ് ആ പരിപാടി തുടങ്ങിയെങ്കിലും ഇവിടെ അതിനൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആദ്യത്തെ ഫ്രഞ്ച് വാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ പിന്നെ ഇത് കണ്ടില്ലേ, ഈ സെൻറ്റൻസ് നോക്കിയാൽ മതി. ആൾസോ ഫ്രാൻസ് കോൺഷ്യസ് ഓഫ് ഇറ്റ്സ് റിലേറ്റീവ് വീക്കർ പൊസിഷൻ ഇൻ ഇന്ത്യ ഡിഡ് നോട്ട് ഫേവർ ഇൻ എക്സ്റ്റൻഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് ടു ഇന്ത്യ. ദ ഇംഗ്ലണ്ട് നേവി അണ്ടർ സീസ്ഡ് സം ഫ്രഞ്ച് ഷിപ്സ് ടു പ്രൊവോക്ക് ഫ്രാൻസ് റിട്ടയർഡ് ബൈ സീസിങ് മദ്രാസ്. 1746 ഫ്രാൻസ് എന്ത് ചെയ്തു? മദ്രാസ് സീസ് ചെയ്തു. ഇത് പ്രശ്നങ്ങളുണ്ടാക്കി. ഈ ട്രീറ്റി എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് ആക്സ്ലേ ചാപ്പലെയാണ്. അതാണ് ഈ ഫസ്റ്റ് കർണാട്ടിക് വാർ തീർക്കാനുള്ള ട്രീറ്റി. അപ്പോൾ 1740 to 1748 പിന്നെ ഫസ്റ്റ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. അതിൻ്റെ തീർത്ത ട്രീറ്റി ഏതാണ്? ട്രീറ്റി ഓഫ് എക്സ്ലേ ചാപ്പലെ. അപ്പോൾ അതിലെന്താ, മദ്രാസ് തിരിച്ച് ഇംഗ്ലീഷിന് കൊടുക്കുകയും നേരെ മറിച്ച് നോർത്ത് അമേരിക്കയിലെ കുറച്ച് ടെറിട്ടറീസ് ഫ്രാൻസിന് കിട്ടുകയും ചെയ്തു. അതാണ് ഇവർ തമ്മിലുള്ള ട്രീറ്റി എന്ന് പറയുന്നത്, ആക്സ്ലേ ചാപ്പലെ. രണ്ടാമത്തെ കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നമ്മുടെ ഹൈദരാബാദിൻ്റെ നവാബ് ആരാണെന്നുള്ള തർക്കത്തിൽ ഇവർ രണ്ടുപേരും ഇടപെട്ടതാണ് സെക്കൻഡ് കർണാട്ടിക് വാറിലെ കോസ് എന്ന് പറയുന്നത്. ഇത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി ആണ് ഇതിൻ്റെ ട്രീറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ട്രീറ്റി എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി, സെക്കൻഡ് കർണാട്ടിക് വാറിൻ്റെ. തേർഡ് എന്ന് പറയുന്നത് ഡിസിസീവായിട്ടുള്ള പിന്നെ കർണാട്ടിക് വാറാണ്. തേർഡ് കർണാട്ടിക് വാർ 1758 to 63. എന്താ അതിൻ്റെ കാര്യം? കാരണം വീണ്ടും ഓസ്ട്രിയയിലെ പ്രശ്നങ്ങൾ ആണ്. 7 years വാറാണ് ഇവിടെയും അത് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തേർഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് വളരെ ഡിസിസീവാണ്. കാരണം എന്താ, അത് ഫ്രഞ്ചിൻ്റെ എല്ലാതരം അഡ്മിനിസ്ട്രേറ്റീവ് എംബിഷൻസും എന്താണ് ഇന്ത്യയിൽ തകർത്തൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് വാൻഡിവാഷാണ്. 1760 ജനുവരി 22, 1760. എന്തായാലും കാര്യം തമിഴ്നാട് വെച്ചിട്ടാണ് നടന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലാണ് ഫ്രഞ്ച് പൂർണ്ണമായും പരാജയപ്പെട്ടു പോയത്. ഇന്ത്യയിലെ എല്ലാതരം അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഭരിക്കാനുള്ള എല്ലാതരം അംബീഷൻസും ശിഥിലമായി പോയൊരു വാറാണ് ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്. എന്തിൻ്റെ ഭാഗമാണ്? തേർഡ് കർണാട്ടിക് വാർ. അപ്പോൾ റിസൾട്ട് എന്താ? ട്രീറ്റി ഓഫ് പീസ് ഓഫ് പാരീസ് എന്ന് പറഞ്ഞ് 1763 ഒപ്പിട്ട ഉടമ്പടി പ്രകാരം പിന്നെ പോണ്ടിച്ചേരി ഇത്തിരി മാഹിയൊക്കെ ആയിട്ട് ഫ്രാൻസിന് ഒതുങ്ങേണ്ടി വന്നു എന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഉണ്ട്, അതായത് എന്തുകൊണ്ട് ഫ്രാൻസ് തോറ്റു എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ 3 വാർസാണ്. ആദ്യത്തെ ട്രീറ്റി ഓഫ് ആക്സ്ലേ ചാപ്പലെയാണ്. രണ്ടാമത്തെ വാറിൻ്റെ ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരിയാണ്. മൂന്നാമത്തെ വാറിൻ്റെ പീസ് ട്രീറ്റി ഓഫ് പാരീസ് ആണ്. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഫ്രഞ്ചും തമ്മിലുള്ള അധികാരത്തിനുള്ള യുദ്ധങ്ങളായിരുന്നു ഇന്ത്യയിൽ. അതിൻ്റെ കാരണം ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷനാണ് ആദ്യമെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടതും ഒക്കെയാണ് അതിൻ്റെ കാരണങ്ങളായിട്ടുള്ളത്. ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് അതിഭീകരമായി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി തേർഡ് കർണാട്ടിക് വാർ വിച്ച് വാസ് ഡിസിസീവ് ബിക്കോസ് ദ ഫ്രഞ്ച് അംബിഷൻസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ വാസ് ഷാറ്റേർഡ് ബിക്കോസ് ഓഫ് ദി ലോസ് ഇൻ ദി വാർ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. അടുത്ത സെഷനിൽ നമുക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷിന് മാത്രം ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു അവിടെ പിന്നെ കോളനിവൽക്കരിക്കാൻ വന്നത്, പക്ഷേ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സക്സീഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ജിസ്റ്റാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ആസ് ഓഫ് നൗ ബൈ, ടേക്ക് കെയർ.